അനൂസ് ഫുഡ് വേൾഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് റവ വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോവല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് 1 കപ്പ് റവ എടുക്കുകയാണ്. ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് വെക്കാം. അടുത്തതായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പ് പഞ്ചസാരയും 2 ഏലക്കായും കൂടിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം ഓയിലും കൂടി എടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം നമ്മൾ അടിച്ചെടുത്തത് ഈ ആദ്യം തന്നെ നമ്മൾ ഇളക്കി വെച്ചിരുന്ന റവയുണ്ടല്ലോ, റവയും ബേക്കിംഗ് പൗഡറൊക്കെ ഇട്ടിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ കേക്കിനൊക്കെ കുഴയ്ക്കുന്നത് പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇച്ചിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാലൊഴിച്ച് ഇതിനൊന്ന് ലൂസാക്കുന്നുണ്ട്. അപ്പോൾ പാലിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിലേക്ക് ആവശ്യമായിട്ടുള്ള പാല് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിനെ ഒരു 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂർ അടച്ചു വെച്ച ശേഷം ഇതിനൊന്ന് തുറന്നെടുത്ത് നമുക്കിതിലോട്ട് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് നെയ്യ് തടവി എടുത്തിരിക്കുകയാണ്. ഇതിലോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസൊക്കെ ഒന്നും ഇല്ല പോവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പാനാണ്. അപ്പം അതിൻ്റെ ഉള്ളൊരു തട്ടിട്ട് ഞാൻ അതുപോലെ വെച്ച് കൊടുക്കുകയാണ്. സാധാരണയൊക്കെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് എടുക്കുന്നത്. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 25-30 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇതായി കിട്ടും കേട്ടോ. ഈ ഒരു ഹോളൊന്ന് അടച്ചു കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണേ. അപ്പോൾ അതൊരു 25 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഒരു സ്റ്റിക്ക് വെച്ച് കുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും നല്ല പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാനിതൊന്ന് തണുത്തിട്ട് അപ്പം ഒന്ന് തട്ടിയെടുക്കുകയാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റവ കേക്കാണ് നമുക്ക് തയ്യാറായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ, കത്തി വയ്ക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് മുറിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറന്നു പോവരുതേ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ആ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് പങ്കുവയ്ക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് ചാനൽ വിജയിക്കാൻ പറ്റുള്ളൂ. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക്